ഒരുപക്ഷെ ഈ ദർബാർ, ഈ പള്ളി പരിസരം കാസർഗോഡുകാർ പോലും മറന്നുപോയെന്ന് തോന്നുന്നു. ഇതാണ് മഹാനായ സ്വഹാബത്ത് റാഫി ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാം സ്ഥിതി ചെയ്യുന്ന ഇച്ചിലങ്കോട് മക്കാം. ഹിജ്റ 21 കാലഘട്ടത്തിൽ കേരളക്കരയിലേക്ക് വന്ന സ്വഹാബി മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുക്കളിൽ ഒരാളായിരുന്നു. ഹിജ്റ 23 സിറിയ വഴി കേരളത്തിലേക്ക് വന്ന സ്വഹാബി റാഫി ഇബ്നു ഹബീബ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു. മഹാനാണ് ഈ പള്ളി ഹിജ്റ 37 നിർമ്മിച്ചത്. നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ഈ പള്ളിയിൽ മനോഹരമായ കുത്തുപണികളും അലങ്കാരങ്ങളും ചാരുതയാർന്ന ചമൽക്കാരങ്ങളും കാണാമായിരുന്നു. പൂർണ്ണമായും ചെമ്പ് കൊണ്ടായിരുന്നു ഇതിൻ്റെ മേൽക്കുര. പിത്തളയുടെ ആണി കൊണ്ടാണ് ചെമ്പ് ഉറപ്പിച്ചു നിർത്തിയിരുന്നത്. വലിപ്പത്തിൽ കാസർഗോഡ് തളങ്കര പള്ളിയേക്കാൾ ചെറുതാണെങ്കിലും അതിമനോഹരമായ നിർമ്മിതിയായിരുന്നു ഈ പള്ളി. കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ പള്ളിയായിരുന്നു. ഈ പള്ളിയുടെ ചുറ്റിനും പുരാതനമായ കബറുകൾ കാണാമായിരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, മനോഹരമായ പഴയ പള്ളി പൊളിച്ചു മാറ്റി പകരം ആ സ്ഥാനത്ത് പുതിയ പള്ളി നിർമ്മിച്ചു. അതിൻ്റെ പ്രതിഷേധവും വേദനയും ആ നാട്ടുകാരോടും ആ കമ്മിറ്റിയോടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പഴയ പള്ളിയിലുണ്ടായിരുന്ന കയർ പിടികയിൽ തകിടിയിൽ ഹിജ്റ 139 റമദാൻ 26 ജുമാ ദിവസമെന്നും സ്ഥലം വഖഫ് ചെയ്ത ആളുടെ പേരും അതിലുണ്ടായിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് 1300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിൻ്റെ ചലനം ഇച്ചിലങ്കോട് ഭാഗത്തുണ്ടായിരുന്നു. അഥവാ മുത്തുനബിയുടെ കാലത്ത് തന്നെ കാസർഗോഡിൽ ഇസ്ലാമിൻ്റെ ചലനമെത്തിയ യഥാർത്ഥമായ വഴി. ചരിത്രം പറയുന്നവർ തളങ്കര മാലിക് ഇബ്നു ദീനാർ ആ മണ്ണിലെത്തിയ സഹാബാക്കിറാം തിരിച്ചു പോയിട്ടുണ്ട് എന്ന് സംശയം പറയുന്നുണ്ടെങ്കിൽ റാഫി ഇബ്നു ഹബീബ് റളിയല്ലാഹുവിനെ കുറിച്ച് അങ്ങനെ ഒരു സംശയമേ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം, സ്വഹാബത്ത് മറവട്ടെടുക്കുന്ന ദർബാറാണ് ഇച്ചിലങ്കോട് മക്കാം. കാസർഗോഡ് ബന്ദിയോടിൽ നിന്നും വെറും 15 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ നമുക്ക് ഈ മഹാൻ്റെ ദർബാറിലെത്താം. അവിടെ ഒരുപാട് മഹാന്മാർ മറവട്ട് കിടക്കുന്നുണ്ട്. ചരിത്രങ്ങൾ പഠിക്കുവാനും മഹാന്മാരെ പിന്തുടരുവാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ വിവരം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ഷെയർ ചെയ്യണമെന്ന് ഉണർത്തുന്നു.